നമ്മുടെ മലയാള സാഹിത്യത്തിൽ എഴുത്തുകാരെപ്പോഴും വ്യാകരണ പണ്ഡിതന്മാരായിരിക്കണം, എഴുതുമ്പോൾ സാഹിത്യം നിറഞ്ഞു തന്നെ എഴുതണം എന്നൊക്കെ ഉള്ളതിനെ വളരെ ലഘൂകരിച്ച രീതിയിൽ തള്ളിക്കളയുകയാണ് ബഷീർ ചെയ്യുന്നത്. ദാ കിടക്കുന്നു നിൻ്റെ പുളുങ്കൂസ് വ്യാകരണം എന്ന് പറഞ്ഞ് ബഷീർ അതിനെയെല്ലാം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം അപ്പോഴാണ് ബഷീർ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജാതിയിലും മതത്തിലുമൊന്നും യാതൊരർത്ഥവുമില്ല, പ്രണയത്തിൻ്റെ മുന്നിൽ ഇവയെല്ലാം ഇടിഞ്ഞു വീഴാവുന്ന മതിലുകൾ മാത്രമാണ്, അത് ഞാൻ അപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ ബഷീർ പറയും, അത് എൻ്റെ ഹൃദയമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ മഹാത്മാഗാന്ധി പ്രസംഗിക്കാൻ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് വൈക്കത്ത് പോകുന്നതിന് കാളവണ്ടിയിൽ കള്ളവണ്ടി കയറി പോയ ഒരു വിദ്യാർത്ഥിയാണ്. ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം എന്നാണ്. അത് രണ്ട് തരത്തിലുള്ള ചോദ്യം ഇന്നും നമ്മുടെ ഈ കേരളക്കരയിൽ മുഴക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സി ഉദയകല, എഴുത്തുകാരിയാണ്. തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷയാണ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മലയാളക്കരയുടെ അഭിമാനവും ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ ഇടം നേടിയതുമായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മലയാളികൾ എല്ലാവരും ആത്മാഭിമാനത്തോടുകൂടി മാത്രമേ ഓർക്കാറുള്ളൂ. എന്തുകൊണ്ടെന്നാൽ സാധാരണക്കാരനായ മനുഷ്യൻ്റെ തൂലികയിൽ നിന്നും അസാധാരണത്വം നിറഞ്ഞ ഒട്ടനവധി കഥാപാത്രങ്ങൾ വാർന്നു വീഴുക, വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് ഈ ലോകത്തിൻ്റെ നെറുക വരെ എത്തുന്ന സാഹിത്യ സൃഷ്ടികൾക്ക് ജന്മം നൽകുക, ഇതൊക്കെ അസാധാരണമായ വിശേഷം ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അത്തരത്തിൽ പ്രതിഭാധനനായ സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാം. 1908 ജനുവരി 21 മുതൽ 1994 ജൂലൈ മാസം 5 വരെയാണ് അദ്ദേഹം ഭാവനാപൂർണമായ ഈ സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷവും ബഷീറിയൻ ശൈലി എന്ന നിലയിൽ തന്നെ മലയാള സാഹിത്യത്തിൽ ബഷീർ നിറഞ്ഞു നിൽക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലയാള സാഹിത്യത്തിന് നോബൽ സമ്മാനം വരെ നേടിയെടുക്കാൻ കഴിയുമായിരുന്ന അനശ്വര സാഹിത്യകാരനാണ് ബഷീർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചെല്ലാം നമുക്കറിയാം. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഇൻറ്റുപ്പാപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു, ഇങ്ങനെ ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന നോവൽ പിന്നീട് സിനിമയാവുകയും ആ സിനിമ മലയാളക്കരയും കടന്ന് ലോകത്തെ തന്നെ സിനിമാ മേഖലയിൽ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനം സംരക്ഷിച്ചു വരികയും ഒക്കെ ചെയ്ത കഥ നമുക്കെല്ലാവർക്കും അറിയാം. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ ബഷീർ അല്ലാതെ മറ്റൊരാൾ ആരാണ്? നമുക്ക് തന്നെ അറിയാലോ, സ്കൂളിലും കോളേജുകളിലും ഒക്കെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരുടെ കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തമായി എടുത്തു പറയുന്നത് എപ്പോഴും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേര് തന്നെയായിരിക്കും. വൈക്കത്ത് ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിൽ ബഷീറിൻ്റെ കഥകൾ കേട്ടിരുന്ന ഒരു സാഹിത്യ ലോകം നമ്മുടെ ഈ കേരളക്കരയിൽ ഉണ്ടായിരുന്നു. MT വാസുദേവൻ നായരും M മുകുന്ദനും അതുപോലെ OV വിജയനും എല്ലാം ഒരുപോലെ ബഹുമാനിച്ചിരുന്ന വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. എന്താണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത? നമുക്കൊന്ന് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എല്ലാവർക്കും അറിയുന്ന മനോഹരമായൊരു നോവലാണ് പാത്തുമ്മയുടെ ആട്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. അപ്പോൾ പാത്തുമ്മയുടെ ആടെന്ന് പറയുന്നത് ആത്മകഥാംശം നിറഞ്ഞ ബഷീറിൻ്റെ ഒരു നോവലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ, സഹോദരന്മാർ ഇവരൊക്കെ നിറഞ്ഞതാണ് പാത്തുമ്മയുടെ ആട് എന്ന ആ നോവൽ. അപ്പോൾ ആ നോവൽ പരിസരം തന്നെ തുടങ്ങുന്നത് തികച്ചും നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരികൾ സംസാരിക്കുന്ന ഭാഷയിലാണ്. പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും കൂടി കുടുംബ വീട്ടിൽ വരുമ്പോൾ ബഷീറിൻ്റെ എഴുത്തുമുറിയിൽ അലസനായിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് പാത്തുമ്മ ആടിനോട് പറയും, ആ അപ്പുറത്തെ വീട്ടിലെ പ്ലാവലകളെല്ലാം തൂത്തുവാരി കളയുന്നതിന് മുമ്പ് അവിടെ ചെന്ന് തിന്ന് വയറ് നിറയ്ക്കേണ്ട ആടേ എന്ന് പറഞ്ഞ് ആടിനെ അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന പാത്തുമ്മ. അതിനുശേഷം നേരെ അകത്ത് കയറിയിട്ട് എൻ്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അനുജത്തി പറയും, ഇവിടെ 100 കൂട്ടം ജോലി കിടക്കുമ്പോഴാണ് നിൻ്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുക്കൽ എന്ന് പറഞ്ഞപ്പോൾ, എനിക്കറിയാമടി കുശുമ്പി, നീ പുതിയ പെരകെട്ടി മാറുമ്പോൾ ആ വീട്ടിന് വേണ്ടുന്ന പാത്രങ്ങൾ മുഴുവനും എൻ്റെ ഇക്കാക്കായെ കൊണ്ട് വാങ്ങിക്കാമെന്നല്ലേ കുശുമ്പി എന്നൊക്കെ പറഞ്ഞ് തനി നാട്ടുംപുറത്തുകാരിയായ ഒരു സ്ത്രീയെപ്പോലെ പാത്തുമ്മ സംസാരിക്കുന്നു. മകളായ ഖദീജയോട് ഈ കുശുമ്പുള്ള വീട്ടിൽ നിൽക്കണ്ട, നീ ആടിനെയും പിടിച്ചുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് ബഷീറിൻ്റെ
സ്വകാര്യ ജീവിതത്തിലേക്ക്, കൃതികളിലേക്ക് ഒക്കെ ഈ ആടും അതുപോലെ കുടുംബത്തിൻ്റെ പരിസരവും ഒക്കെ കടന്നു വരുന്നതാണ് പാത്തുമ്മയുടെ ആട് എന്ന ആ നോവലിനുള്ള ഒരു പ്രത്യേകത. ഇനി നമ്മുടെ മലയാള സാഹിത്യത്തിൽ എഴുത്തുകാരെപ്പോഴും വ്യാകരണ പണ്ഡിതന്മാരായിരിക്കണം, എഴുതുമ്പോൾ സാഹിത്യം നിറഞ്ഞു തന്നെ എഴുതണം എന്നൊക്കെ ഉള്ളതിനെ വളരെ ലഘൂകരിച്ച രീതിയിൽ തള്ളിക്കളയുകയാണ് ബഷീർ ചെയ്യുന്നത്. ബഷീറിൻ്റെ സഹോദരൻ ബഷീറിൻ്റെ നോവലുകൾ അല്ലെങ്കിൽ എഴുത്ത് ഒക്കെ എടുത്തു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഇതിലെ ആഖ്യാതം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദാ കിടക്കുന്നു നിൻ്റെ പുളുങ്കൂസ് വ്യാകരണം എന്ന് പറഞ്ഞ് ബഷീർ അതിനെയെല്ലാം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ അർത്ഥം നിയതമായ ഒരു വ്യവസ്ഥിതിയിലും വിധേയനായി നിൽക്കുന്ന ആളല്ല ബഷീർ എന്നാണ്. ബഷീറിന് ബഷീറിൻ്റേതായ ഒരു എഴുത്ത് ശൈലിയുണ്ട്, ബഷീറിൻ്റേതായ വിഷയങ്ങളുണ്ട്, ബഷീറിൻ്റേതായ ചുറ്റുപാടുകളുണ്ട്. ആ ചുറ്റുപാടുകൾക്കും അതുപോലെ തന്നെ എഴുത്ത് ശൈലിക്കും അനുഗുണമായി നമ്മുടെ ഈ മലയാള മണ്ണിനെ തന്നെ മാറ്റിയെടുക്കുകയായിരുന്നു ബഷീർ ചെയ്തത്. ബഷീറിൻ്റെ കൃതികളിലെ സാഹിത്യത്തെ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഭാഷാ പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ബഹുഭാഷാ പണ്ഡിതന്മാർക്ക് പോലും കഴിയുകയില്ല എന്നുള്ളത് ഒരു വ്യവസ്ഥാപിതമായ സത്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എൻ്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാചകം. ഇത് ഒരു തരത്തിലും വിവർത്തനം ചെയ്യുന്നതിന് വഴങ്ങുന്നതേ അല്ല. ഇതാ കിടക്കുന്നു നിൻ്റെ പുളുങ്കൂസ് വ്യാകരണം. ഈ പുളുങ്കൂസ് വ്യാകരണത്തിന് ഫ്രഞ്ചിലോ ഇംഗ്ലീഷിലോ ലാറ്റിനിലോ ഒക്കെ സമാനമായ ഒരു വാക്യം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്ക് ആർക്കും തന്നെ സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം ജീവിച്ചിരുന്ന കാലഘട്ടം മുഴുവനും സ്വന്തമായി സാഹിത്യത്തെ സ്നേഹിക്കുകയും തനതായ ഒരു ശൈലി നിർമ്മിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത അനശ്വരനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇനി നമുക്ക് ബഷീറിൻ്റെ സാഹിത്യങ്ങളുടെ സമകാലികതയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്നൊരു കഥയുണ്ട്. വളരെ മനോഹരമായൊരു കഥയാണ്. ഇന്നും ഈ കാലഘട്ടത്തിലും അഥവാ നാളെയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയാണ് പ്രേമലേഖനം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ദുരാചാരങ്ങളെക്കുറിച്ചെല്ലാം നമുക്കറിയാം. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഒരുപാട് കലഹങ്ങൾ നടക്കുന്നൊരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് കേശവൻ നായർ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ തൊഴിൽ രഹിതയുമായ സാറാമ്മയെ പ്രണയിക്കുന്നത്. സാറാമ്മയും കേശവൻ നായരും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നൊരു ഇസ്ലാമിയാണ്. ഇന്നത്തെ കാലത്ത് കേശവൻ നായർ എന്ന് പറയുന്നൊരു നായർ പ്രമാണിയെ കൊണ്ട് സാറാമ്മ എന്നൊരു ക്രിസ്ത്യൻ പെണ്ണിനെ പ്രണയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നടമാടുന്ന ജാതീയവും മതപരവുമായ കോലാഹലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോഴാണ് ബഷീർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ജാതിയിലും മതത്തിലുമൊന്നും യാതൊരർത്ഥവുമില്ല, പ്രണയത്തിൻ്റെ മുന്നിൽ ഇവയെല്ലാം ഇടിഞ്ഞു വീഴാവുന്ന മതിലുകൾ മാത്രമാണ് എന്ന സങ്കല്പത്തോടുകൂടി അദ്ദേഹം എഴുതിയത്. അതിൽ സാറാമ്മയോട് ബഷീർ തന്നെ പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷമെന്ന് പറയുന്നത് ഒരിടത്തും രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റുന്നതല്ല. നിനക്ക് ഇന്നലെ ഞാൻ തന്ന ആ ചുവന്ന പൂവ് നീ എന്തു ചെയ്തു എന്ന് സാറാമ്മയോട് ചോദിക്കുമ്പോൾ സാറാമ്മ ചോദിക്കും, അതറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ, അത് ഞാൻ അപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ ബഷീർ പറയും, അത് എൻ്റെ ഹൃദയമായിരുന്നു. കൊച്ചു വാചകങ്ങളിൽ പ്രണയത്തിൻ്റെ മഹാകാശങ്ങൾ കാണിച്ചു തരാൻ കഴിയുന്ന എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ അല്ലാതെ മറ്റാരാണ് ഉണ്ടാവുക? എക്കാലവും ബഷീറിയൻ ശൈലി നിറഞ്ഞു നിൽക്കുന്ന ബഷീറിൻ്റെ മറ്റൊരു നോവലാണ് മതിലുകൾ. അപ്പോൾ മതിലുകളെക്കുറിച്ച് കേരളത്തിൽ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. എന്തുകൊണ്ടെന്നാൽ അടൂർ ഗോപാലകൃഷ്ണൻ അനശ്വരമായ ഒരു അഭ്രകാവ്യമാക്കി മതിലുകളെ മാറ്റി. അതുപോലെ മതിലുകൾ എന്ന കഥ തന്നെ ബഷീറിൻ്റെ ജീവിത സാഹചര്യവുമായി വളരെ അടുപ്പമുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. ബഷീർ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അല്ലെങ്കിൽ സമരചരിത്രവുമായി അല്ലെങ്കിൽ സമരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കുട്ടിക്കാലത്ത് തന്നെ മഹാത്മാഗാന്ധി പ്രസംഗിക്കാൻ വരുന്നു എന്നറിഞ്ഞുകൊണ്ട് വൈക്കത്ത് പോകുന്നതിന് കാളവണ്ടിയിൽ കള്ളവണ്ടി കയറി പോയ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അത്രയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ബഷീറിന് നമ്മുടെ ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തോട് അവിഭാജ്യമായ ഇഷ്ടമായിരുന്നു. അതും ബ്രിട്ടീഷുകാരെ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തുരത്തുക എന്ന ലക്ഷ്യബോധമുള്ള മനുഷ്യരുടെ എല്ലാം കൂട്ടത്തിൽ ബഷീറിൻ്റെ പേര് നമുക്ക് എടുത്തു പറയാം. അപ്പോൾ മതിലുകൾ എന്ന് പറയുന്ന കഥയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പിന്നീട് ജയിലിലാകുന്നതിൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. പെട്ടെന്ന് തന്നെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഏകാന്തമായ ജയിൽവാസത്തിന് വിധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വായിക്കാൻ പുസ്തകങ്ങളുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യ സമര
ഭടനായതുകൊണ്ട് തന്നെ അത്തരം തടവുകാരോട് ജയിലറും പോലീസുകാരും എല്ലാം വളരെ അനുഭാവപൂർവ്വമായിരിക്കും ഇടപെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലൊന്നും ബഷീറിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിലും ആ ജയിൽവാസത്തോട് മനസ്സുകൊണ്ട് ഒന്ന് പൊരുത്തപ്പെടാൻ ബഷീറിന് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. അങ്ങനെ അസ്വസ്ഥമായ ഹൃദയത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് തൊട്ടടുത്തുള്ള വനിതാ ജയിലിലെ സംസാരങ്ങൾ ശ്രദ്ധിക്കുകയും അവരോടെല്ലാം മതിലിൻ്റെ ഇപ്പുറത്ത് നിന്ന് ബഷീർ മറുപടി പറയുകയുമൊക്കെ ചെയ്യുന്നത്. അക്കൂട്ടത്തിൽ ബഷീറിന് കിട്ടിയ ഒരു പെൺ സൗഹൃദമാണ് നാരായണി. ആ നാരായണി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. ആ നാരായണി വെറും ശബ്ദം കൊണ്ട് തന്നെ കേരളക്കരയിലെ പ്രണയനായികമാരിൽ ഒരാളായി മാറിയ ആ വ്യക്തിത്വത്തിന് അനശ്വരമായ അഭ്രകാവ്യത്തിനൊരു ഭാഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രഗത്ഭമതിയായ KPAC ലളിതയെ തന്നെ അതിലെ നായികയായി അദ്ദേഹം കൊണ്ടുവന്നത്. KPAC ലളിതയുടെ ശബ്ദം മാത്രമേ ആ നോവലിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എങ്കിലും ഇന്നും മലയാളത്തിൻ്റെ പ്രണയ നായികമാരിൽ നാരായണിയുടെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബാക്കി ആ കഥ എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. വൈക്കം മുഹമ്മദ് ബഷീറിന് അല്ലെങ്കിൽ ആ തടവുകാരന് ആ ജയിൽവാസത്തിനിടയിൽ കിട്ടിയ ഈ സൗഹൃദത്തെ അദ്ദേഹം വളരെയധികം അങ്ങ് ആസ്വദിക്കുന്നു. ഇവിടുന്ന് റോസാക്കമ്പും റോസാപ്പൂക്കളുമൊക്കെ എറിഞ്ഞ് വനിതാ മതിലിൽ കൊടുക്കുന്നു. അപ്പുറത്തുനിന്ന് ഭക്ഷണ പൊതി ഇപ്പുറത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ സംഭാഷണങ്ങളിലൂടെ ഒരു സൗഹൃദം, ഒരു പറയാൻ പറ്റാത്തൊരു പ്രണയബന്ധമായി ഇങ്ങനെ മാറുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രണയ ഹൃദയങ്ങളെയും മാറ്റുവാൻ മനുഷ്യൻ്റെ വൻമതിലുകൾ ഒരുക്കപ്പെടും എന്ന് പറയുന്നത് പോലെ തന്നെ ആ മതിലുകൾ എന്ന് പറയുന്ന കൃതിയിലും ഇവരുടെ തടവുകാരുടെ ആരോഗ്യം പരിശോധിക്കുവാൻ അധികൃതർ വരുന്ന ദിവസം പരസ്പരം കാണാം എന്ന് ഉറപ്പിക്കുന്ന ബഷീറിനും നാരായണിക്കും ഒരിക്കലും കാണാനേ പറ്റുന്നില്ല. നാരായണിയെ കാണാം എന്ന് നിശ്ചയിക്കുന്ന ദിവസത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ബഷീർ മോചിതനാവുകയാണ് ചെയ്യുന്നത്. അതുവരെ ജയിലിൽ അസ്വസ്ഥമായ ജീവിതം നയിച്ചിരുന്ന ബഷീറിന് തനിക്ക് പുറത്തേക്ക് പോകാം എന്ന് ജയിലർ വന്ന് പറയുമ്പോൾ നാടകീയമായിട്ടാണ് ജയിലർ വന്ന് പറയുന്നത്. ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജയിലർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ആർക്ക് വേണം ഈ സ്വാതന്ത്ര്യം എന്നാണ്. അത് രണ്ട് തരത്തിലുള്ള ചോദ്യം ഇന്നും നമ്മുടെ ഈ കേരളക്കരയിൽ മുഴക്കുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ആ വ്യവസ്ഥിതിയോട് പൊരുത്തപ്പെടുവാൻ കഴിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യം. മറ്റൊന്ന്, ഇന്ന് നമുക്കറിയാലോ, പട്ടിണിപ്പാവങ്ങളുടെ ഇന്ത്യയാണ്, തൊഴിലില്ലാ പടയുടെ ഇന്ത്യയാണ്, ജാതീയമായും അതുപോലെ മതപരമായും യാതൊരു തരത്തിലും സ്വസ്ഥതയില്ലാത്ത ഒരു ഇന്ത്യയാണ്. ഈ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താണ് നേട്ടം? ഈ സ്വാതന്ത്ര്യം ആർക്ക് വേണ്ടതാണ്? ഇതാണ് ബഷീറിൻ്റെ സാഹിത്യം. അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ വാചകങ്ങൾ, ആ വാചകങ്ങൾക്ക് ഈ ഭൂമിയോളം തന്നെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോളം തന്നെ വലിപ്പമുണ്ട്. അത്തരത്തിലുള്ള പ്രപഞ്ച പരിണാമിയായി വളർന്ന് വിലസുന്ന അദ്ദേഹം എപ്പോഴും ഇരിക്കാറുള്ള ആ മാങ്കോസ്റ്റിൻ മരത്തിൻ്റേതുപോലെ ഈ പ്രപഞ്ചത്തേക്ക് തന്നെ ശിരസുയർത്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് ബാല്യകാലസഖി.